Everyone, today we are going to learn a computation of annual value of a house under different situations. For income tax purpose, there are four different situations by which the annual value of a house property varies. The first situation is the computation of annual value in case of let out house which neither remains vacant during any part of the previous year nor is there any unrealized rent. സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ. ഒരു ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ആണ്. ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. ആ ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രത്യേകത പ്രീവിയസ് ഇയറിൽ ഒരു ദിവസം പോലും ആ ഹൗസ് പ്രോപ്പർട്ടി വേക്കൻ്റ് ആയിട്ട് ഇരുന്നിട്ടില്ല. മാത്രവുമല്ല അവിടെ അൺറിയലൈസ്ഡ് റെൻറ്റും ഇല്ല. അതായത് ഒരു നോർമൽ ഹൗസ് പ്രോപ്പർട്ടി പ്രീവിയസ് ഇയറിൽ ത്രൂ ഔട്ട് ലെറ്റ് ഔട്ട് ചെയ്താൽ അതിൻ്റെ ആനുവൽ വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത്? വി നോ ദാറ്റ് for the computation of annual value, the gross annual value is the first calculation. So here also the gross annual value, it shall be the expected rent or actual rent, whichever is greater. From the gross annual value, you can deduct one item, that is the municipal taxes paid by the owner during the previous year. The resultant figure will be the annual value of that particular let out house, which neither remains vacant during the previous year nor there is any unrealized rent. ഇതാണ് ഒന്നാമത്തെ സിറ്റുവേഷൻ. ഇനി നമുക്ക് രണ്ടാമത്തെ സിറ്റുവേഷൻ എങ്ങനെയാണെന്ന് നോക്കാം. ഹിയർ വി ഹാവ് ടു കമ്പ്യൂട്ട് ദ ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് ലെറ്റ് ഔട്ട് ഹൗസ് വിച്ച് റിമെയിൻസ് വേക്കൻറ്റ് ഫോർ ഹോൾ ഓർ എനി പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ. ഇവിടുത്തെ രണ്ടാമത്തെ സിറ്റുവേഷൻ ഇതാണ്. ഒരു ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്. ആ ലെറ്റ് ഔട്ട് ചെയ്ത ഹൗസ് പ്രോപ്പർട്ടിയുടെ ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യണം. ഈ ഹൗസ് പ്രോപ്പർട്ടിയുടെ പ്രത്യേകത ഇതാണ്, പ്രീവിയസ് ഇയറിൽ വേക്കൻ്റ് ആയിട്ട് കിടന്നിട്ടുണ്ട്. അത് പൂർണ്ണമായിട്ടോ ഭാഗികമായിട്ടോ പ്രീവിയസ് ഇയറിൽ വേക്കൻ്റ് ആയിട്ടുണ്ട്. നമ്മൾ മുകളിൽ പറഞ്ഞ സിറ്റുവേഷൻ പോലെയല്ല. ആദ്യം പറഞ്ഞ സിറ്റുവേഷനിൽ ഹൗസ് പ്രോപ്പർട്ടി ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ ലെറ്റ് ഔട്ട് ആയിരുന്നു. ഒരു ദിവസം പോലും വേക്കൻസി ഉണ്ടായിരുന്നില്ല. മാത്രവുമല്ല അവിടെ അൺറിയലൈസ്ഡ് റെൻറ്റും ഉണ്ടായിരുന്നില്ല. പക്ഷേ രണ്ടാമത്തെ സിറ്റുവേഷൻ എത്രയാണ്? ലെറ്റ് ഔട്ട് ഹൗസ് പ്രോപ്പർട്ടിയാണ്. അത് പൂർണ്ണമായോ ഭാഗ്യമായോ പ്രീവിയസ് ഇയറിൽ വേക്കൻ്റ് ആയിട്ട് കിടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയായിരിക്കും ആനുവൽ വാല്യൂ കമ്പ്യൂട്ടേഷൻ? ഹിയർ ദ ഹൗസ് റിമെയിൻസ് വേക്കൻറ്റ് ഫോർ ഫുൾ ഇയർ. നമുക്ക് ഫുൾ ഇയറിലും ഹൗസ് വേക്കൻ്റ് ആയിട്ട് കിടന്നിട്ടുണ്ടെങ്കിൽ ഇൻ സച്ച് കേസ് ദ ഗ്രോസ് ആനുവൽ വാല്യൂ വിൽ ബി നിൽ. അവിടെ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിരിക്കും. കാരണം ആ ഹൗസ് പ്രോപ്പർട്ടി പൂർണ്ണമായിട്ടും വേക്കൻ്റ് ആയിട്ട് കിടന്നിരുന്നു പ്രീവിയസ് ഇയറിൽ. ഇനി ഭാഗികമായിട്ട് വേക്കൻ്റ് ആണെങ്കിൽ എങ്ങനെയായിരിക്കാം സിറ്റുവേഷൻ എന്ന് നോക്കാം. The first case, if the actual rent received or receivable for let out period is more than the expected rent, the actual rent received or receivable will be the gross annual value. അപ്പോൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഇത്രയാണ്. ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യാൻ നേരത്ത് ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡും അതുപോലെ തന്നെ എക്സ്പെക്റ്റഡ് റെൻറ്റും നമ്മൾ കമ്പയർ ചെയ്യുമ്പോൾ വെൻ ആക്ച്വൽ റെൻറ്റ് എക്സീഡ്സ് ദ എക്സ്പെക്റ്റഡ് റെൻറ്റ്, that actual rent will be considered as the gross annual value. The second situation, if the actual rent received or receivable for the let out period is less than the expected rent owing to such vacancy, the actual rent received or receivable shall be the gross annual value. അപ്പോൾ ഇവിടെ നോക്കാം, നമുക്ക് ആക്ച്വൽ റെൻറ്റ് റിസീവ് ചെയ്തിരിക്കുന്നത് ലെറ്റ് ഔട്ട് പീരീഡിൽ ലെസ് ദാൻ ദ എക്സ്പെക്റ്റഡ് റെൻറ്റ്, എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കുറവാണെങ്കിൽ അതെന്തുകൊണ്ടാണ് കുറവാകുന്നത്? ഡ്യൂ ടു സച്ച് വേക്കൻസിയിലാണെങ്കിൽ, അവിടെ ആളില്ലാതെ കിടന്നത് കൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത്. അങ്ങനെയാണെങ്കിൽ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ വിൽ ബി ദ ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് ദ പ്രോപ്പർട്ടി. അപ്പോൾ ഒന്നുകൂടെ പറയാം, ഹൗസ് പ്രോപ്പർട്ടി വേക്കൻ്റ് ആയിട്ട് കിടന്നു ത്രൂ ഔട്ട് ദ പ്രീവിയസ് ഇയർ ആണെങ്കിൽ അവിടെ ആനുവൽ വാല്യൂ, അതായത് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഗ്രോസ് ആനുവൽ വാല്യൂ നില്ലായിട്ട് എടുക്കണം. ഇനി ഈ ഒരു സിറ്റുവേഷനിൽ തന്നെ മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് ഭാഗികമായിട്ടാണ് വേക്കൻ്റ് ആയിട്ട് കിടന്നിട്ടുള്ളതെങ്കിൽ ഇവിടെ രണ്ട് കാര്യങ്ങളാണ് നമ്മൾ കൺസിഡർ ചെയ്യേണ്ടത്. ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഫോർ ദ ലെറ്റ് ഔട്ട് പീരീഡ് ഈസ് മോർ ദാൻ ദ എക്സ്പെക്റ്റഡ് റെൻറ്റ്, ദ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ വിൽ ബി ദ ഗ്രോസ് ആനുവൽ വാല്യൂ. സിറ്റുവേഷൻ ഇത്രയേ ഉള്ളൂ. ഗ്രോസ് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ആക്ച്വൽ റെൻറ്റ് റിസീവ് ചെയ്തിരിക്കുന്നത് എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ അവിടെ ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് ആക്ച്വൽ റെൻ്റ് ആയിരിക്കും എടുക്കുന്നത്. രണ്ടാമത്തെ സിറ്റുവേഷൻ ഇത്രയാണ്, ഇഫ് ദ ആക്ച്വൽ റെൻറ്റ് റിസീവ്ഡ് ഓർ റിസീവബിൾ ഫോർ ദ ലെറ്റ് ഔട്ട് പീരീഡ് ഈസ് ലെസ്
less than the expected rent, owing to such vacancy, the actual rent received or receivable shall be the gross annual value. ഇവിടുത്തെ സിറ്റുവേഷൻ മറ്റൊരു സിറ്റുവേഷൻ വരാൻ സാധ്യത ഇവിടെ വേക്കൻ്റായിട്ട് കിടന്നത് അവിടെ ആളില്ലാതെ കിടന്നത് കൊണ്ടാണ് അവിടെ വേക്കൻ്റായി ഇരുന്നത്, അല്ലെങ്കിൽ ആ ഹൗസ് പ്രോപ്പർട്ടിക്ക് റെൻറ്റ് കിട്ടാതിരുന്നത്. അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എക്സ്പെക്റ്റഡ് റെൻറ്റിനേക്കാളും കുറവായിരിക്കും ആക്ച്വൽ റെൻറ്റ് റിസീവ് ചെയ്തിരിക്കുന്നത്. ഈ സിറ്റുവേഷനിലും ആക്ച്വൽ റെൻ്റാണ് ഗ്രോസ് ആനുവൽ വാല്യൂ ആയിട്ട് എടുക്കുന്നതെന്ന് ഓർത്തിരിക്കുക. ഇനി നമുക്ക് നോക്കാം സിറ്റുവേഷൻ നമ്പർ 3 എന്താണ് എന്ന് നോക്കിയാൽ ഇവിടെയും ദ കമ്പ്യൂട്ടേഷൻ ആനുവൽ വാല്യൂ ഓഫ് എ ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ഹൗസ് ആണ് വിച്ച് ഡസ് നോട്ട് റിമെയിൻ വേക്കൻറ്റ് ഡ്യൂറിങ് എനി പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ ബട്ട് ദർ ഈസ് അൺറിയലൈസ്ഡ് റെൻറ്റ്. അപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശ്രദ്ധിക്കുക, ഒരു ഹൗസ് പ്രോപ്പർട്ടിയാണ്, ലെറ്റ് ഔട്ട് ചെയ്തിട്ടുണ്ട്, ത്രൂ ഔട്ട് ദ പീരീഡ് ആളുണ്ടായിരുന്നു, വേക്കൻസി അവിടെ ഉണ്ടായിരുന്നില്ല, പക്ഷേ അൺറിയലൈസ്ഡ് റെൻ്റ് ഉണ്ട്, റെൻ്റ് കൃത്യമായിട്ട് കിട്ടിയിരുന്നില്ല, അവിടെ കളക്ട് ചെയ്യപ്പെടാത്ത റെൻ്റ് അവശേഷിക്കുന്നുണ്ടെങ്കിൽ എങ്ങനെ നമുക്ക് ഗ്രോസ് ആനുവൽ വാല്യൂ കണ്ടുപിടിക്കാം? ഇവിടെയും ഗ്രോസ് ആനുവൽ വാല്യൂ നമ്മൾ സിറ്റുവേഷൻ നമ്പർ 1 പറഞ്ഞിരിക്കുന്ന പോലെ തന്നെയാണ് ഇവിടെയും കണ്ടുപിടിക്കേണ്ടിയിരിക്കുന്നത്. പക്ഷേ ചില ഡിഡക്ഷൻസ് നമുക്ക് അലോ ചെയ്യാനായിട്ട് പറ്റും ആനുവൽ വാല്യൂവിൽ നിന്ന്. ഏതാണെന്നറിയാമോ? ഇവിടുത്തെ ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ടാക്സസ് ആക്ച്വലി പെയ്ഡ് ബൈ ദ ഓണർ ടു ദ ലോക്കൽ അതോറിറ്റി. ലോക്കൽ അതോറിറ്റിക്ക് ഹൗസ് ടാക്സ് ഓണർ തന്നെ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ടാക്സ് നമ്മൾക്ക് ഡിഡക്റ്റ് ചെയ്യാവുന്നതാണ്. കൂടാതെ ഏതാണ്? അൺറിയലൈസ്ഡ് റെൻറ്റ്, അവിടെ നമുക്ക് റെൻറ്റ് റിയലൈസ് ചെയ്യാത്തതുണ്ട്, ആ റിയലൈസ് ചെയ്യാൻ പറ്റാതെയുള്ള റെൻറ്റും നമുക്ക് ലെസ് ചെയ്യാവുന്നതാണ്. ദാറ്റ് ദ കണ്ടീഷനുണ്ട് അവിടെ, ദ കണ്ടീഷൻ ഓഫ് റൂൾ 4 ആർ സാറ്റിസ്ഫൈഡ്. ഈ ഒരു അൺറിയലൈസ്ഡ് റെൻറ്റ് ഡിഡക്ഷൻ കിട്ടണമെങ്കിൽ ഇൻകം ടാക്സ് ആക്ടിൻ്റെ റൂൾ 4 പറഞ്ഞിരിക്കുന്ന ആ കണ്ടീഷൻസ് ഫുൾഫിൽ ചെയ്തിരിക്കണം. അങ്ങനെയാണെങ്കിൽ 2 കാര്യങ്ങളായിരിക്കും ഗ്രോസ് ആനുവൽ വാല്യൂവിൽ നിന്ന് ലെസ് ചെയ്യാൻ പറ്റുന്നത്. ഇനി 4ാമത്തെ സിറ്റുവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടേഷൻ ഓഫ് ആനുവൽ വാല്യൂ ഇൻ കേസ് ഓഫ് എ ലെറ്റ് ഔട്ട് ഹൗസ് വിച്ച് റിമെയിൻസ് വേക്കൻറ്റ് ഡ്യൂറിങ് എനി പാർട്ട് ഓഫ് ദ പ്രീവിയസ് ഇയർ ആൻഡ് ദർ ഈസ് അൺറിയലൈസ്ഡ് റെൻറ്റ്. 4ാമത്തെ സിറ്റുവേഷൻ ശ്രദ്ധിക്കുക, ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തു, അവിടെ വേക്കൻ്റായിട്ട് കിടക്കുകയും ചെയ്തു, എന്നാൽ അൺറിയലൈസ്ഡ് റെൻറ്റും ഉണ്ട് താനും. അപ്പം തൊട്ട് മുകളിൽ നമ്മൾ പറഞ്ഞ 3ാമത്തെ സിറ്റുവേഷൻ ഇത്രയാണ്, ഹൗസ് പ്രോപ്പർട്ടി അവിടെ വേക്കൻ്റായിട്ട് കിടന്നിട്ടേ ഇല്ല, പക്ഷേ അവിടെ അൺറിയലൈസ്ഡ് റെൻറ്റ് ഉണ്ട്. ഒടുവിലത്തെ സിറ്റുവേഷൻ ഇത്രയാണ്, ഹൗസ് പ്രോപ്പർട്ടി ലെറ്റ് ഔട്ട് ചെയ്തു, അവിടെ വേക്കൻ്റായിട്ട് കിടക്കുകയും ചെയ്തു, ചില സന്ദർഭത്തിൽ അൺറിയലൈസ്ഡ് റെൻറ്റ് ഉണ്ടാവുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? ഗ്രോസ് ആനുവൽ വാല്യൂ ഓഫ് സച്ച് ഹൗസ് പ്രോപ്പർട്ടി ഷാൽ ബി ഡിറ്റർമിൻഡ് ആസ് ഡിസ്കസ്ഡ് ഇൻ നമ്പർ 2. നമ്മൾ 2ാമത്തെ സിറ്റുവേഷൻ പറഞ്ഞതുപോലെ തന്നെയാണ് 4ാമത്തെ സിറ്റുവേഷനിലും കണ്ടുപിടിക്കേണ്ടത്. From the gross annual value, here also 2 deductions can be claimed. The first one, the taxes actually paid by the owner to the local authority as municipal taxes, and the unrealized rent if the conditions of Rule 4 are satisfied. ഈ 4 സിറ്റുവേഷൻസിൽ ഡിഫറെൻറ്റ് സിറ്റുവേഷനാണ് ഇൻകം ടാക്സ് പർപ്പസിന് ആനുവൽ വാല്യൂ കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടി വരുന്ന 4 സിറ്റുവേഷൻസ്. Thank you so much.